നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ഓമനപ്പുഴ ഏഞ്ചൽ ജാസ്മിൻ കൊലപാതകത്തിൽ അമ്മയ്ക്കും അമ്മാവനും പങ്ക്. അച്ഛനും അമ്മയും ചേർന്നാണ് മകളെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പിതാവ് ജോസ്മോൻ അടക്കം 3 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെയാണ് അമ്മയും അമ്മാവനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിതാവ് ജോസ്മോൻ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുമ്പോൾ കുതറി മാറുവാൻ ശ്രമിച്ച ജാസ്മിനെ പിടിച്ചുവെച്ച് കൊലപ്പെടുത്തുവാൻ സഹായിച്ചത് അമ്മ ജസിമോളാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കൊലപാതക വിവരം മറച്ചുവെച്ചുവെന്നും തെളിവ് നശിപ്പിച്ചതിനുമാണ് അമ്മാവൻ അലോഷ്യസും അറസ്റ്റിലായത്. കഴുത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു. ജോസ്മോനെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വെളിപ്പെടുത്തലുണ്ടായത്. ജാസ്മിൻ നിരന്തരമായി വീട്ടിൽ വഴക്കുണ്ടാക്കും. കഴിഞ്ഞ ദിവസം മുത്തശ്ശനെ തല്ലി. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ജോസ്മോനുമായി വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. യാതൊരു ഭാവമാറ്റങ്ങളും ഇല്ലാതെയാണ് തെളിവെടുപ്പിനിടെ ഇയാൾ പ്രതികരിച്ചിരുന്നത്. കൂടാതെ മരണം ഉറപ്പിക്കുവാൻ കഴുത്തിൽ മുറുക്കിയ തോർത്തുമുണ്ട് സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കും. മകളെ കൊലപ്പെടുത്തിയതിന് പല കാരണങ്ങളാണ് ഇവർ നിരത്തുന്നത്. ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ താമസിക്കുകയായിരുന്നു ഇവരുടെ രാത്രിയാത്ര. അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു, അതിനെ നിർബന്ധിച്ച് വഴക്കുണ്ടായി. ഇത്തരം സംഭവങ്ങളോ ഇത്തരം വ്യക്തികളോ പല വീടുകളിലുമൊക്കെ ഉണ്ടാകും. അത്തരം സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക, അതായത് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുക അല്ലാതെ ഇതുപോലുള്ള കൊലപാതകങ്ങൾക്ക് പോയാൽ കൊന്നവനും കുടുംബവും എല്ലാം അവതാളത്തിലാകും. നാട്ടുകാർ ഈ ഒരു സ്ത്രീയെപ്പറ്റി പിതാവിനോട് പരാതി പറഞ്ഞൊന്നും ഒക്കെ പുറത്തു വരുന്നുണ്ട്. നാട്ടുകാർ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്ന കാലമല്ല ഇത്. കഴിഞ്ഞ 2 മാസമായി സ്വന്തം വീട്ടിലാണ് ഈ ജാസ്മിൻ ഉണ്ടായിരുന്നത്. ഭർത്താവുമായി വഴക്കിട്ട് ജാസ്മിൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു നിൽക്കുന്നതൊക്കെ പതിവായിരുന്നു. പക്ഷേ ഇത് ജോസ് ചോദ്യം ചെയ്തു. പക്ഷേ ഈ വീട്ടുകാർ കൊലപാതക വിവരം അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള മറ്റവർ ഈ കൊലപാതക വിവരമൊക്കെ അറിഞ്ഞിട്ടും ഒറ്റ രാത്രി മുഴുവൻ ഇത് മൂടി വയ്ക്കുകയായിരുന്നു. പിറ്റേ ദിവസമാണ് വീട്ടുകാർ ഈ മരണവിവരം പുറത്തറിയിക്കുന്നത്. അപ്പോഴും ആത്മഹത്യയെന്നാക്കി മാറ്റുവാൻ ഈ കുടുംബം ശ്രമിച്ചിരുന്നു. പക്ഷേ ഡോക്ടർക്ക് തോന്നിയ സംശയത്തിന്റെ പുറത്ത് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നാലെ നടന്ന ചോദ്യം ചെയ്യലിൽ താൻ തനിച്ചാണ് മകളെ കൊലപ്പെടുത്തിയതെന്നും വീട്ടുകാർക്ക് വിവരം അറിയില്ലെന്നുമാണ് ജോസ്മോൻ പറഞ്ഞത്. എന്നാൽ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ കൊലപാതകം നടത്തിയത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചായിരുന്നുവെന്നും കൂട്ടത്തിൽ അമ്മയുടെയും അമ്മാവന്റെയും ഒക്കെ പങ്ക് വ്യക്തമായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 6:30 വീട്ടുകാരുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ അടക്കം മരണവിവരം അറിഞ്ഞ് ഇവിടേക്ക് ഓടിയെത്തുന്നത്. മകളെ വിളിച്ചിട്ടും ഉണരുന്നില്ലെന്നും എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നുമാണ് ഈ കുടുംബം ബന്ധുക്കളോടും അയൽക്കാരോടും ഒക്കെ അറിയിച്ചത്. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മൃതദേഹം മാറ്റി. മണ്ണഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ കഴുത്തിലെ പാട് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് ഇതൊരു കൊലപാതകമാണെന്ന സംശയം തോന്നിയത്. ജാസ്മിൻ അബോധാവസ്ഥയിലായതോടെ ഇവർ 3 വല്ലാതെ പരിഭ്രമിച്ചു. ഇതോടെ അവരോട് ഇവിടെ നിന്ന് മാറി നിൽക്കുവാൻ ജോസ്മോൻ ആവശ്യപ്പെടുന്നു. പിന്നീട് ജാസ്മിനെ സ്വന്തം മുറിയിലേക്ക് ജോസ്മോൻ തോളത്ത് ഇട്ടുകൊണ്ട് പോകുന്നു. അവിടെ വെച്ച് തോർത്ത് കഴുത്തിൽ മുറുക്കി ഈ ജാസ്മിൻ മരിച്ചെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു. ഈ സമയം 2 കൈകളും പിടിച്ചുകൊണ്ട് അമ്മ സഹായിക്കുകയാണ്. കുതിരി മാറുവാൻ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനു പോലും ഇടവരുത്താതെ ആ സമയത്ത് തന്നെ കൊലപാതകം അല്ലെങ്കിൽ മരണം ഉറപ്പാക്കുകയായിരുന്നു. 1 ദിവസത്തോളം മൃതദേഹം അതേ മുറിയിൽ തന്നെ കിടത്തി. പിന്നീട് ജോസ്മോൻ മകൾക്ക് ഹൃദയാഘാതമുണ്ടായെന്നും മകൾ അനങ്ങുന്നില്ലെന്നും ബന്ധുക്കളോടും അയൽക്കാരോടും ഒക്കെ പറഞ്ഞു പരത്തി. 3 വർഷം മുൻപ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി വഴക്കിട്ട് 6 മാസത്തോളം സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു. ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയുമായും മറ്റു കുടുംബങ്ങളുമായും ഒക്കെ വഴക്കിടുന്നത് പതിവായി. ജോസ്മോൻ തടഞ്ഞുവെങ്കിലും ഈ ചൊവ്വാഴ്ച രാത്രിയോടെ സ്കൂട്ടർ എടുത്ത് ഏഞ്ചൽ പുറത്തേക്ക് പോയി. തിരികെ എത്തിയപ്പോഴാണ് ഈ ഏഞ്ചലും ജോസ്മോനുമായി മൽപ്പിടുത്തമുണ്ടായത്. ഇതിനിടെ തറയിൽ വീണ തോർത്തുപയോഗിച്ച് ജോസ്മോൻ ഏഞ്ചലിനെ കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നു. ഈ സമയം ജസീം കൂടെയുണ്ടായി. രാത്രിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. തോർത്തുകൊണ്ട് കഴുത്തു ഞെരിച്ച് തന്നെയാണ് കൊലപാതകം നടത്തിയത്. അന്നു രാത്രി തന്നെ മകൾ മരിച്ചുവെന്ന് ജോസ്മോനും ജെസ്സിക്കും ഉറപ്പായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കൃത്യം നടത്തിയ ശേഷം എല്ലാവരും ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങി. യാതൊരു ഭാവമാറ്റവുമില്ലാതെ ബുധനാഴ്ച രാവിലെ അയൽക്കാരോട് പെരുമാറുകയും ചെയ്തു. പള്ളിയിൽ പോകുവാൻ വിളിച്ചപ്പോൾ അനക്കമില്ലെന്നും മരിച്ചു കിടക്കുകയാണെന്നും അയൽക്കാരെ രാവിലെ ജോസ്മോൻ അറിയിച്ചു. ആളുകൾ ഓടിക്കൂടിയപ്പോൾ അലമുറയിട്ട് ജോസ്മോനും ഭാര്യ ജെസ്സിയും കരഞ്ഞു. ജോസ്മോനെ കുറിച്ചൊക്കെ നാട്ടുകാർക്ക് നല്ല മതിപ്പാണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സജീവമാണ്. എന്നിട്ടും സ്വന്തം മകളെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി. സഹികെട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത്. വീട്ടിൽ എല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും. എപ്പോഴും വഴക്ക്, പറഞ്ഞാൽ അനുസരിക്കുകയില്ല. സഹികെട്ട് ചെയ്തു പോയതാണ് സാറേ. ഇതായിരുന്നു പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിൽ ജോസ്മോന്റെ കുറ്റസമ്മതം. ജാസ്മിന്റെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ആരും തന്നെ ആദ്യമത് വിശ്വസിച്ചില്ല. കാരണം ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല.
ജാസ്മിനും ചിരിച്ചുകൊണ്ട് ചുറുചുറുക്കോടെയാണ് നാട്ടുകാരോടടക്കം ഇടപഴകിയിരുന്നത്. പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിൻ അവരോടും എന്നും വഴക്കുകൂടി. വഴക്കിന് കാരണമായി കുടുംബം പല കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. പോലീസ് കൃത്യമായി ഇതിലൊരു വിശദീകരണം അന്വേഷിക്കുകയാണ്. ആരോടും ദേഷ്യപ്പെടുക പോലും ചെയ്യാത്ത ഫ്രാൻസിസ് എങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പകൽ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തും ഇതിനിടയിലെ ഒഴിവു സമയങ്ങളിൽ ബോട്ടുകളിൽ സഹായമായി പോയുമാണ് ഫ്രാൻസിസ് കുടുംബം പുലർത്തിയിരുന്നത്. ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ കഴിയുന്നത് സംബന്ധിച്ച തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൂടാതെ ഈ പ്രദേശത്തുള്ള പലരും ഈ ജോലി കഴിഞ്ഞ് ഇത്തരത്തിൽ ഏഞ്ചൽ വീട്ടിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മറ്റു പലയിടത്തും പോയി വൈകി വീട്ടിലേക്ക് എത്തുന്നതൊക്കെ ഈ ഫ്രാൻസിസിനോട് പറയുകയും ഇതേ തുടർന്ന് ഫ്രാൻസിസിന് നാണക്കേട് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏഞ്ചൽ പോയിരുന്നത് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഏഞ്ചൽ 1 മണിക്കൂറോളം പുറത്ത് സുഹൃത്തുക്കൾക്കൊപ്പം ചെലവഴിച്ചതിന് ശേഷമാണ് എന്നും വീട്ടിലേക്ക് എത്തിയിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള തർക്കമാണ് ഒടുവിൽ ഈ ഒരു കൊലപാതകത്തിലേക്കും നയിച്ചത്. കൂടാതെ ഈ പറഞ്ഞ ഫ്രാൻസിസിന്റെ പിതാവിനെ മർദ്ദിച്ചതും ഈ ഒരു കൊലപാതകത്തിന്റെ വൈരാഗ്യത്തിന് കാരണമായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.